അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ഹക്ക് പറയുവാനും അത് കേൾക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും റബ്ബ് തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെയുമൊക്കെയായിട്ട് പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വർത്തമാന കാലഘട്ടത്തിൽ ചില വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് പിന്നെയും പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിൽ പ്രത്യേകം ചില ആളുകൾ ഉണർത്തിയിട്ടുള്ള വിഷയങ്ങളിൽപ്പെട്ടതാണ് വർത്തമാന കാലഘട്ടത്തിലെ ആലിമീങ്ങളുടെ അവസ്ഥയും അതുപോലെ മശായിഖന്മാരായിക്കൊണ്ടുള്ള മശായിഖന്മാരെന്ന് പേര് വെക്കപ്പെട്ടതായിട്ടുള്ള ചില വിഭാഗത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി വിവരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് ആലിമീങ്ങളെന്ന് പറയുന്ന ചില വിഭാഗം ആളുകൾ ചില വിഭാഗത്തിനെ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളെ പ്രത്യേകം മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ചില വിഭാഗം ചില പ്രസ്ഥാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചില അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് വിശേഷിക്കുന്നതായിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു പ്രത്യേക രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ എന്ന് പറഞ്ഞുകൊണ്ട് 73 വിഭാഗമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അവിടുത്തെ ഉമ്മത്ത് അവസാന കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമാകും, അതിൽ ഒരു വിഭാഗമൊഴിച്ച് ബാക്കി എല്ലാവരും നരകത്തിലാണ്, കുല്ലുഹും ഫിന്നാർ, ആ ഫിന്നാർ നരകത്തിലാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ പരാമർശിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ചിട്ട് ഒരു ചർച്ചയുണ്ടായി. എന്താണ് അതിൽ പറയുന്നത്? ഒരു പ്രസ്ഥാനത്തെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ നേരായ മാർഗത്തിലാണ്, അല്ലെങ്കിൽ ആ യഥാർത്ഥ ഹക്കിൻ്റെ അഖിലുകാരായിക്കൊണ്ട് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞത് ചില വിഭാഗം അല്ലെങ്കിൽ ചില പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത അതിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾ മാത്രമാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ആ സ്വർഗത്തിൻ്റെ വിഭാഗത്തെ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിക്കുന്നതായ ആ വിഭാഗത്തിനെ അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹബീബുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ആ ഹദീസ് കൂടി ഉച്ചരിച്ചു കൊണ്ടാണ് അവിടെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. എത്ര ഖേദകരമായിട്ടുള്ള വിഷയമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന് കൽബുണ്ടോ? കൽബുള്ള ഒരാളെ പിൻപറ്റാൻ വേണ്ടിയിട്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൽബ് പോലും ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തെ പിൻപറ്റിയതിൻ്റെ പേരിൽ ആ പ്രസ്ഥാനത്തിലുള്ള മുഴുവനും ആളുകൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ചില ആളുകൾ ഉന്നയിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉന്നയിക്കാൻ ചില ആളുകൾ മുന്നിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ പരാമർശിക്കുന്നതായ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള മുർഷിദും വലിയനെ കണ്ടെത്തിയിട്ട് ആ മുർഷിദും വലിയനെ അനുസരിച്ചു കൊണ്ട് അവിടെ ഇത്ബാ ചെയ്യുക എന്ന് പറയുന്ന പ്രവണതയാണ് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. വലാ തുതിഅ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിനാ. അപ്പോൾ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റില്ലാത്ത ഒരാളെ പിൻപറ്റാൻ പാടില്ലെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, മറുവിഭാഗത്ത്
ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ത്വരീഖത്താണ്, ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് മുറബ്ബിയായ ശൈഖാണ്. തലക്ക് വെളിവില്ലാതായി കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റുക? അങ്ങനത്തെ ആളുകളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അങ്ങനത്തെ ആളുകളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഖുർആനിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു സമൂഹത്തെ വഴികേടിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന 73 വിഭാഗത്തിൽ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് പറയുന്ന ആ ഇല്ലാ വാഹിദ എന്ന് പറയപ്പെട്ടതായ ഒരു വിഭാഗം നിങ്ങൾ ഒരിക്കലും ആവുകയില്ല എന്ന് ആണയിട്ട് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഖുർആൻ തെറ്റ് പറയുകയില്ല, അതിൽ ഒരിക്കലും തെറ്റ് പറ്റുകയില്ല. നിങ്ങൾ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതായ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആളെ ചേർക്കുന്ന ആ ഘടനയിൽ തെറ്റ് പറ്റുമെന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് നിങ്ങൾ അതേപോലെ തന്നെ ചില ആളുകളുണ്ട്, ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നതിൻ്റെ പേരിൽ അവിടെ സയ്യിദും ഖമറും നൂറും ഉലമയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള പേരുകൾ അവനവൻ്റെ പേരിൻ്റെ കൂടെ കെട്ടിവെച്ചുകൊണ്ട് ഒരു സമൂഹത്തിനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗം. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, ഷെയ്ഖുൽ മശായിഖും ഒക്കെ പേര് ചമയുന്നവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു പ്രസ്ഥാനത്തെ, കൽബില്ലാത്തൊരു പ്രസ്ഥാനത്തെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ഒരു നൂറിൻ്റെ ബന്ധം സ്ഥാപിക്കാൻ കഴിവില്ലാത്ത, ദാതീയത്തില്ലാത്ത, ഹയ്യായിട്ടല്ലാത്ത ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ മുറബ്ബിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനൊരു ത്വരീഖത്താക്കാൻ നിങ്ങൾ കച്ച കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മശായിഖന്മാരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരല്ല. കേവലം ശരീഅത്തിൻ്റെ അക്മലിയത്തെങ്കിലും നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മശായിഖന്മാരെന്ന് പറയുമ്പോൾ 3 തരത്തിലാണ്. ഒന്ന് ഷെയ്ഖുൽ കാമിലാണ്. ഷെയ്ഖുൽ കാമിൽ എന്ന് പറയുമ്പോഴെന്താണ്? അതുപോലും അറിയാത്ത ആളുകളാണ് ഈ തലക്ക് കെട്ടിയിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു സമൂഹത്തെ തെറ്റിലേക്ക് നയിക്കുന്നത്. എന്താണ് ഷെയ്ഖുൽ കാമിൽ? നിങ്ങൾ മനസ്സിലാക്കണം, തലക്ക് വെളിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെളിവുള്ളവരാണെങ്കിൽ നിങ്ങളത് കേട്ടോളൂ, നിങ്ങളത് മനസ്സിലാക്കിക്കോളൂ. ഷെയ്ഖുൽ കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീഅത്തിൽ കാമിലായിട്ടുള്ളവരാണ്. ശരീഅത്തിൻ്റെ ഒരു അക്മലിയത്ത്, ഒരു പരിപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളവരാണ് ഷെയ്ഖുൽ കാമിൽ. അതിൻ്റെ ധാരണ പോലും നിങ്ങൾക്കില്ല. ശരീഅത്ത് പോലും എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഒരു കിതാബിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ശരീഅത്തിനെ, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വിഷയങ്ങളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ആ രീതിയിലല്ല. കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള ഒരാളെ പിൻപറ്റിക്കൊണ്ട്, അങ്ങനെ പിൻപറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അങ്ങനെ ഹയ്യായിട്ടുള്ള ഒരാളെ കീഴിലായിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണമായിരുന്നു. അത് ഇല്ലാതെ പോയതിൻ്റെ പേരാണ് ഈ പറയുന്ന താജും ഉലമയും നൂറും ഖമറുമൊക്കെ. അതുകൊണ്ട് ഷെയ്ഖുൽ കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീഅത്തിൽ കാമിലെങ്കിലും ആവണം. ശരീഅത്തിൽ കാമിലായിട്ടുള്ള മശായിഖന്മാരാണ് ഷെയ്ഖുൽ കാമിൽ എന്ന് പറയുന്നത്. അതിനേക്കാൾ മർത്തബ കൂടിയ ഒരു വിഭാഗം മശായിഖന്മാരുണ്ട്, ഷെയ്ഖുൽ അക്മലാണവർ. ത്വരീഖത്തിൽ കാമിലായിട്ടുള്ള ആളുകളാണ്. ഈ ത്വരീഖത്തിൽ കാമിലായിട്ടുള്ളവരെന്ന് പറയുമ്പോൾ അവരും ശരീഅത്തിൻ്റെതായിട്ടുള്ള ലാഹിറായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അവസ്ഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. അവർക്ക് ത്വരീഖത്തിൽ അക്മലിയത്തുണ്ടാകും. അങ്ങനത്തെ മശായിഖന്മാരാണ് രണ്ടാമത്തെ വിഭാഗം. അവർ ഷെയ്ഖുൽ കാമിലിനേക്കാൾ ഉയർന്ന മർത്തബയിലുള്ള ആളുകളായിരിക്കും. പിന്നീട് മൂന്നാമതായിട്ടുള്ളൊരു മശായിഖന്മാരുണ്ട്. അവരെങ്ങനെയാണ്? ഷെയ്ഖുൽ മുക്കമ്മലാണ്.
ഷെയ്ഖുൽ മുക്കമ്മൽ എന്ന് പറയുമ്പോൾ ഹക്കീക്കത്തിൽ കാമിലായിട്ടുള്ള ആളുകളാണ്. അങ്ങനത്തെ മശായിഖന്മാര് മുഹിദ്ദീൻ ശൈഖ് തങ്ങളെപ്പോലെയുള്ള ആളുകളെ അവരൊക്കെ ശരീഅത്തിലും ത്വരീഖത്തിലും ഹക്കീക്കത്തിലും കാമിലായിട്ടുള്ള ആളുകളാണ്. അവരെ പോലെയുള്ള, അതുകൊണ്ടാണ് അവർ മുഹിയുദ്ദീൻ ആയത്. മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹിയുൽ ഇസ്ലാമല്ല. മുഹിയുദ്ദീൻ എന്ന് പറയുമ്പോൾ അത് മുഹിയുൽ ഇസ്ലാമല്ല, ഇസ്ലാമിനെ പുനർജനിപ്പിക്കുന്നതല്ല. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ഓഫ് ദി ഗോഡ്, അള്ളാഹുമായിട്ടുള്ള ദൈവിക പ്രണയമാണ്. ദൈവിക പ്രണയം വരണമെങ്കിൽ ദൈവത്തിനെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കലല്ല, ദൈവത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രണയിച്ചുകൊണ്ട് ജീവിക്കണം. അതിന് സാധിക്കണം. അതിന് സാധ്യമാവണമെങ്കിൽ അവൻ്റെ കൽബിലേക്ക് നൂർ ആഗിരണം ചെയ്യപ്പെടാൻ നൽകപ്പെടാൻ കഴിവുള്ള ഒരു മുർഷിദും വലിയനെ കണ്ടെത്തിയിട്ട്, കാമിലായ ഒരു മുർഷിദും വലിയനെ കണ്ടെത്തിയിട്ട് ആ മുർഷിദും വലിയിലൂടെ അവൻ്റെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ നൂറ് ആഗിരണം ചെയ്യപ്പെടണം, കരസ്ഥമാക്കണം. ഇതിന് അന്തം വേണം, അന്തം വേണം. അന്തല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചിന്തിക്കുക, അന്തള്ള ആളുകൾ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഷെയ്ഖുൽ മുക്കമ്മൽ ഹക്കീക്കത്തിൽ കാമിലായ ആളുകളാണ്. ഇവർ ഏറ്റവും ഉന്നതരായിട്ടുള്ള മശായിഖന്മാരിൽ ഉന്നതന്മാർ ഇവരായിരിക്കും. അവരിൽ ഒരു പക്ഷേ ശരീഅത്തിൻ്റെ ലാഹിറായിട്ടുള്ള ശരീഅത്തിൻ്റെ ഹുക്കൂമിയത്തൊന്നും ഒരു പക്ഷേ ലാഹിറായിക്കൊള്ളണമെന്നില്ല. ഹക്കീക്കത്തിൽ അവർ കാമിലായിരിക്കും. അവരാണ് ഉന്നതന്മാർ. അപ്പോൾ ഈ വിഷയങ്ങൾ മശായിഖന്മാരുടെ അവസ്ഥകൾ, ഘട്ടങ്ങൾ ഇങ്ങനെയാണ്. ഇതുപോലും അറിയാത്ത ഈ ജസദിൻ്റെയും റൂഹിൻ്റെയും പിതാവിനെപ്പോലും, ഇങ്ങനത്തെ ജസദിനൊരു പിതാവുണ്ട്, റൂഹിനൊരു പിതാവുണ്ട്, ഇതിൻ്റെയൊക്കെ അധികാരികളെ കണ്ടെത്തണം എന്ന ചിന്ത പോലും ഇല്ലാത്ത ആളുകളാണ് മശായിഖന്മാരായിട്ട് കെട്ടിച്ചമഞ്ഞുകൊണ്ട് തലയെക്കെട്ടും ഷാളും ഇട്ട് നടക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അങ്ങനത്തെ ആളുകൾ ഒരു സമൂഹത്തെ വഴികേടിലാക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ആലിമീങ്ങളെന്ന് പറഞ്ഞ് തലയെക്കെട്ട് കെട്ടി നടക്കുന്നവരെ മുഴുവനായിട്ട് വിമർശിക്കുകയല്ല. അങ്ങനത്തെ ആളുകളിലും ഹക്കുള്ളവരുണ്ട്. ആ ഹക്കുള്ളവർ ആരായിരിക്കും? ഈ ഹക്കീക്കത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള ഒരാളെ മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ, ഇല്ലാത്തവരെ പിൻപറ്റരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതല്ലേ. ഈ പഠനം കൂടി കേവലം അറിയാത്ത, കൽബിൻ്റെ അവസ്ഥകളെക്കുറിച്ചും നഫ്സിൻ്റെ അവസ്ഥകളെക്കുറിച്ചും അറിയാത്ത ആളുകളാണ് ഒരു മുർഷിദും വലിയായിട്ടുള്ള. നമ്മൾ പറയുന്നു നമ്മുടെ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ നൽകിക്കൊണ്ട് കൽബിനെ ഹയാത്താക്കിയിട്ട് അള്ളാഹുമായിട്ടുള്ള ദൈവിക പ്രണയം നമ്മൾക്ക് കൊണ്ടുവരാൻ നൽകപ്പെട്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള, അതിന് അവസരം നൽകിയിട്ടുള്ള നമ്മുടെ ശൈഖിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ ശൈഖിൻ്റെ നമ്മുടെ മാർഗത്തിലേക്കോ നമ്മുടെ ശൈഖിൻ്റെ മേരിലേക്കോ കുതിര കയറാൻ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൽബിൻ്റെ വിവരം പോലും, കൽബ് എന്താണെന്നും നഫ്സ് എന്താണെന്നും ശൈഖന്മാര് എന്ന് മശായിഖന്മാര് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അതിനെക്കുറിച്ച് പോലും ഒരു വിവരമില്ലാത്ത ആളുകളാണ് നിങ്ങൾ എന്ന് കേവലം സമൂഹത്തിനോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനത്തെ ആളുകളെ പിൻപറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തേക്ക് പോകുമോ സ്വർഗത്തിലേക്ക് പോകുമോ എന്ന് ഈ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക. ഇനി ഇതേ വിഷയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ചില ആളുകൾ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എങ്ങനെയാണ് കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ള ഒരു ശൈഖാണെന്ന് മനസ്സിലാക്കുക? നിങ്ങൾ പിൻപറ്റിയ ശൈഖിനെ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു വലിയന് മുർഷിദും വലിയാണ് അല്ലെങ്കിൽ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റുള്ളവരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിന് മറുപടി അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ്?
അവിടെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ആരെ കാണുമ്പോഴാണോ അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെന്ന്. അപ്പോൾ ചില ആളുകൾ പറയും ഓർമ്മ വരണം, അത് ഞങ്ങൾ കണ്ടുപിടിച്ചതായ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ, അവരുമായി ഒത്തുകൊണ്ടുള്ള സിയാറത്തുകളും അദ്കാറുകളിലും ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ, തബ്ലീഗുകാരനും ജമാഅത്തുകാരനും അല്ലെങ്കിൽ ഒരു ഖാദിയാനിയും അതേപോലെ തന്നെ ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാരനും അല്ലെങ്കിൽ ഒരു സമസ്തക്കാരനും ഒരു AP സമസ്തക്കാരനും അല്ലെങ്കിൽ ഒരു സംസ്ഥാനക്കാരനാണെങ്കിൽ പോലും അവർക്കൊക്കെ പറയാനുള്ളത്, അവരുടെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഹക്കിൻ്റെ അഹ്ലുകാരൻ? ഒരു സുന്നി ആശയമുള്ള ഒരുത്തൻ പറയുന്നു മുജാഹിദ് വിഭാഗം പഴച്ചവനാണ്. ഒരു തബ്ലീഗുകാരനെ കാണുമ്പോൾ അവൻ പഴച്ചവനാണെന്ന് പറയുന്നു. ഒരു മുജാഹിദുകാരൻ സുന്നി ആശയക്കാരനെ പറയുന്നു പഴച്ചവനാണെന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവരൊക്കെ കാണുന്നത്, ഇവരുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ അതിൽപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ കാണുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് പഴച്ചവരാകുന്നത്? ഇവരൊക്കെ എല്ലാം ഹക്കിൻ്റെ അഹ്ലുകാരനായിട്ട് മാറുന്നില്ലേ? അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവിടെ വിശദീകരണം കൊടുത്തെടുത്ത് ചെറിയ ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ്? ഒരു ഓർമ്മ വരിക എന്നത് വലിയ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ടവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുക എന്ന് പറഞ്ഞത് പൊട്ടത്തരമാണ്. അപ്പോൾ പിന്നെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? അള്ളാഹു എന്ന് കൽബിൽ ദിക്ർ വരിക എന്നതാണ്. ആരെ കാണുമ്പോഴാണോ അള്ളാഹു എന്ന ദിക്ർ കൽബിൽ വരുന്നത്, കൽബിൽ അള്ളാഹു എന്ന ദിക്ർ ആരെ കാണുമ്പോഴാണോ നിനക്ക് വരുന്നത് അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കള്. അങ്ങനെ നിങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള നിങ്ങൾ പറയുന്ന ആളുകളെ കാണുമ്പോൾ, നിങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആ തലേക്കെട്ടുകാരനെ കാണുമ്പോൾ നിങ്ങളുടെ കൽബ് അള്ളാഹു എന്ന് ചെല്ലുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറയുന്നു, നമ്മൾ പറയുന്ന നമ്മുടെ മഹാന്മാരെ മശായിഖന്മാരെ സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അവിടുത്തെ ഖലീഫയെ കാണുമ്പോൾ നമ്മുടെ കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലുന്ന അവസ്ഥ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇമാം മഹദിയായിക്കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ചില ആയത്തുകൾക്ക് ഉദാഹരണമായി കൊണ്ട് അവസാന കാലഘട്ടത്തിൽ അള്ളാഹു തന്നെ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞ അടയാളങ്ങൾ നമുക്ക് ബോധ്യമായതിൻ്റെ പേരിൽ നമ്മൾ പറയുന്ന സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹദി എന്നവർ ഇമാം മഹദി തന്നെയാണെന്ന് നമ്മൾ പറയുന്നു. ഈ പറയപ്പെട്ട രീതിയിൽ നമുക്ക് അതിനുള്ള മാതൃകകളും അടിസ്ഥാനങ്ങളും അടയാളങ്ങളും നമുക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഹക്കീക്കിയായിട്ടുള്ള മഅനകളും അവസ്ഥകളും നമ്മൾ ഒരു സമൂഹത്തിന് മുന്നിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ തെറ്റുകാരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചില വിഷയങ്ങളെ മുഴുവനായിട്ട് തന്നെ കളവാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ വലിയ രസമാണ്. ചില പ്രസ്ഥാനങ്ങൾ ത്വരീക്കത്താണ്, ചില പ്രസ്ഥാനങ്ങൾ മുറബ്ബിയായ മശായിഖന്മാരാണ്. പ്രസ്ഥാനം എന്താ? ഹയ്യാണോ? പ്രസ്ഥാനം എന്താ? ദാത്താണോ? എന്നിട്ട് അവിടെ വിളിച്ചു പറയാണ് ഈ പ്രസ്ഥാനം മുറബ്ബിയായ ശൈഖാണെന്ന്. എത്ര പൊട്ടത്തരാണ്! എന്നിട്ട് അങ്ങനെ വിളിച്ചു പറയുന്ന ആളുകളെ തലമയേറ്റി നടക്കുന്ന വലിയൊരു വിഭാഗം. ആരാണ് ശരിക്ക് വഞ്ചിതരാകുന്നത്? ആരാണ് ശരിക്ക് പഴിച്ചു പോയിട്ടുള്ളത്? നിങ്ങൾ കുതിര കയറാൻ വരണ്ട. നിങ്ങൾക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും. നിങ്ങളെക്കുറിച്ചാ പറയുന്നേ, യകൂനു ഫീ ആഖിരി സമാനി, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും. ആരാണ്? ദജ്ജാലൂന കദ്ദാബൂന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. അവസാന കാലഘട്ടത്തിൽ ദജ്ജാലൂന,
ദജ്ജാലിങ്ങളുണ്ടാകും. കദ്ദാബുന, അവർ വല്ലാതെ കാഠിന്യമായിട്ടാണ് അവിടെ കദ്ദാബുന എന്ന പരിചയപ്പെടുത്തുന്നത്. അവർ വല്ലാതെ കളവ് പറയുന്നവരുമായിരിക്കും. എന്നിട്ട് ഈ പരിചയപ്പെടുത്തുന്നത് ആരെക്കുറിച്ചാ? ദജ്ജാലൂന എന്ന് പറഞ്ഞത് ജംആണ്. ഒരുപാട് ആളുകളെ പറ്റിയിട്ടാണ് ദജ്ജാലൂന എന്ന് പറഞ്ഞത്. ദജ്ജാലുൻ വ കദ്ദാബുൻ എന്ന് പറഞ്ഞിട്ടില്ല. ദജ്ജാലൂന വ കദ്ദാബൂന എന്നാ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് ജംഇന്റെ സീഗയാണ്. അവിടെ ജംആണ്, ഒരുപാട് ആളുകൾ ഉണ്ടാകും. ആരാണ് ഈ കളവ് പറയുന്നവര്? ഒരു വിഭാഗം അല്ലെങ്കിൽ ലാഹിറായി കൊണ്ടുള്ള ഒരു തഅലീമുകൾ മാത്രം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാത്തിനിയായിട്ടുള്ള അകക്കണ്ണ് തുറപ്പിക്കുന്നതിനെ അറിയുക പോലും ചെയ്യാത്ത, അതിനെപ്പറ്റി പറയുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം കളവ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ചിട്ടാണ് ഇവര് ദജ്ജാലിനെ ബൈഅത്ത് ചെയ്യുന്ന, ദജ്ജാലിന്റെ അനുയായികളിൽ പെട്ടുപോകുന്ന വിഭാഗമാകും എന്ന് തന്നെയാണ് മുഖദ്ദിമത്തു സഹീഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനത്തെ ആളുകളെ കുറിച്ച് തന്നെയല്ലേ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബു അല്ലതി ഫി സുദൂർ. ആർക്കാ എവിടെയാ അന്ധത ബാധിച്ചിട്ടുള്ളത്? തീർച്ചയായും അന്ധത ബാധിക്കുന്നത് കണ്ണുകളെയല്ല. നിങ്ങൾക്ക് കിതാബിൽ കാണാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, തീർച്ചയായും അന്ധത ബാധിക്കുന്നത് കണ്ണുകളെയല്ല, മറിച്ച് നെഞ്ഞുകളിലുള്ള കൽബുകളെയാണെന്ന് ഖുർആനിലൂടെ വ്യക്തമാക്കിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സമൂഹമേ, നിങ്ങൾ ഹക്ക് ബോധ്യപ്പെടാൻ, ഹക്ക് മനസ്സിലാക്കുവാൻ തയ്യാറാവുക. അങ്ങനെ നമ്മുടെ നെഞ്ചിലുള്ള കൽബുകൾക്ക് വിശാലത ലഭിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ ഹക്കീക്കത്ത് നിങ്ങളോട്, പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുന്നത്. ഇത് നമുക്ക് കരസ്ഥമാക്കി തന്നത് ആരാണ്? ആ വ്യക്തിത്വമാണ് സയ്യിദ് യൂനുസ് അൽ ഗോഹർ എന്നവര് അൽറാ ടിവിയിലൂടെ 23 വർഷമായിട്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആരാണ് ഈ തഅലീമുകൾ നൽകിയിട്ടുള്ളത്? സയ്യിദുനാ ഗോഹർ ഷാഹി ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവിടെ നിന്ന് ഗൈബിലേക്ക് പോയപ്പോ അവിടെ നിന്ന് അവിടുത്തെ ഖലീഫ സയ്യിദ് യൂനുസ് അൽ ഗോഹർ എന്നവര് നമുക്ക് തഅലീമുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള അവരിൽ നിന്നും ഇമാം മഹ്ദിയാണെന്നുള്ള ഉത്തമ ബോധ്യവും അതിനുള്ള തെളിവുകളും എല്ലാം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്. കാരണം എന്താ? ഈ കാലഘട്ടത്തിൽ കൽബിന്റെ ജ്ഞാനം തന്നെ ഇല്ലാത്ത, അസ്തമിച്ചു പോയ കാലഘട്ടത്തിൽ കൽബിലേക്ക് അള്ളാഹുവിൻ്റെ ഇസ്മേദാത്ത് കൊണ്ട് നൂറ് നൽകിക്കൊണ്ട് നമ്മുടെ കൽബിനെ വിശാലത ചെയ്തിട്ട് അള്ളാഹുമായിട്ടുള്ള ദൈവിക പ്രണയം നമുക്ക് ഹാസിലാക്കി തന്നവര്, പിന്നെ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്ന ഇൽമുകൾ നമ്മൾ അംഗീകരിക്കേണ്ടതില്ലേ? അതുമാത്രമാണ് ഈ വിനീതനടക്കം നമ്മുടെ കൂടെ കൂടിയ ആളുകളും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഹക്ക് മനസ്സിലാക്കുവാൻ ഓരോരുത്തരും തയ്യാറാവുക. ഹക്കിൻ്റെ അഹ്ലുകാരിൽ അർഹിക്കുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.